നമുക്കൊന്നൊരു കളർഫുൾ ആയിട്ടുള്ളത് നോക്കിയാലോ. കളർഫുൾ പറഞ്ഞാൽ അങ്ങനെ പല വലിയ കളർ കണ്ടിട്ടുള്ള കളർഫുള്ളൊന്നുമല്ല, ജസ്റ്റ് ഗ്രീനിൻ്റെ കളേഴ്സ്. ഗ്രീനിൻ്റെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ്, നല്ലോണം ലൈറ്റ് ഷെയ്ഡ് അങ്ങനെ വരുന്ന കളേഴ്സ് ആയിട്ടുള്ള ഒരു കളർഫുൾ ടൈപ്പ്, ഗ്രീൻ കളർഫുൾ. അങ്ങനത്തെ നോക്കി നോക്കാം. പിന്നെ ഇത് ചെയ്യാൻ ഭയങ്കര സുഖമാണേനും അതിനകത്ത് ടൈമൊന്നും വേണ്ട. നമ്മൾ പൊതുവേ സെൻറ്റാങ്കുലർ ചെയ്യുമ്പോൾ കുറേ ടൈം വേണ്ട. നമ്മളിങ്ങനെ കുറേ ലൈനുള്ള ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ ഒരു നേരം വെച്ച് ഇങ്ങനെ ലൈൻ വരച്ചിട്ടുണ്ടാക്കണ്ടേ. ഇതത്ര പണിയില്ല. കളറാണ്ട് ചെയ്തെടുത്താൽ പരിപാടി കഴിയും വേഗം, എളുപ്പമാണ്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുക, ഒരു മാർക്കർ എടുക്കുക, ബ്ലാക്ക് കളർ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഇതിൽ കാണുന്ന പോലെ തന്നെ വരച്ചു കൊടുക്കുക. വേവ് പോലെ കണ്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കളർ ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ കളർ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഡാർക്ക് ഗ്രീനിൽ നമ്മൾ ലൈറ്റ് ഗ്രീനിലോട്ട് വരുന്ന പോലെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗ്രീൻ തന്നെ വെച്ച് ചെയ്യണമെന്നൊന്നും കേട്ടോ, വേറെ ഏത് കളറായാലും മതി. ലൈറ്റ് ഇങ്ങനെ ഡാർക്കും ലൈറ്റും കൂടി കണ്ടിട്ട് ചെയ്താൽ മതി. ഏത് കളറായാലും നല്ല രസമുണ്ടാവും കാണാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡാർക്ക് കളർ എടുക്കുക. എന്നിട്ട് പിന്നെ ലൈറ്റ് അങ്ങനെ കുറച്ച് കൊണ്ടുവരണം, ഷെയ്ഡ് കൊണ്ടുവരുന്ന കളർ എടുക്കുക. ഇന്ത്യയിലാകെ 3 ഗ്രീൻ്റെ ഷെയ്ഡുള്ളൂ. അപ്പോൾ ഞാൻ 3 കളർ വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങളടുത്ത് എത്ര ഷെയ്ഡാണുള്ളത് അത്ര ഷെയ്ഡ് വെച്ചിട്ട് ചെയ്യാൻ നല്ല രസമുണ്ടാവും കാണാൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ കളർ ചെയ്തെടുക്കുക. അങ്ങനെ കളർ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ബ്ലാക്ക് കളർ മാർക്കർ കൊണ്ടിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ല, നമ്മുടെ ഇഷ്ടത്തിനായിട്ട് വരച്ചു കൊടുക്കുക. കാര്യമായിട്ട് ഷേപ്പ് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വരച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പിൽ നമ്മൾ ബ്ലാക്ക് കളർ ഫിൽ ചെയ്ത് കൊടുക്കുക ചെയ്യാം. അപ്പോൾ അതിന് ഏകദേശം സെറ്റായി കണ്ട് കിട്ടും. പിന്നെ നമുക്ക് കുറച്ചും കൂടി മറ്റേ 3D എഫക്റ്റ് തോന്നാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കൊടുത്ത കളർ ഉണ്ടല്ലോ, കളറിൻ്റെ ഡാർക്ക് കളർ എന്ത് ചെയ്യുക, അതിൻ്റെ ഷെയ്ഡ് പോലെയും കണ്ടിട്ട് സൈഡിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പം കുറച്ചും കൂടി ഒരു 3D എഫക്റ്റ് തോന്നും. പിന്നെ വൈറ്റ് കളർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അപ്പോൾ പക്ക ഒരു ഒറിജിനാലിറ്റി ഇങ്ങനെ ഫീൽ ചെയ്ത് 3D ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ സെറ്റായി നമ്മളെ സാധനം. ഒരു പെട്ടെന്ന് സെറ്റാവും. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായാൽ കൂടെ കൂട്ടാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.